CHR സംരക്ഷിത വനമാക്കാനുള്ള നീക്കം സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് MP വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. CHR റിസർവ് വനമാണെന്ന വനം വകുപ്പിന്റെ വാദം ജില്ലയിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ഗൂഢലക്ഷ്യമാണെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. CHRൽ റവന്യൂ വകുപ്പിനായിരുന്നു ഭൂമിയുടെ നിയന്ത്രണം. മരങ്ങളുടെ സംരക്ഷണ ചുമതല മാത്രമായിരുന്നു വനം വകുപ്പിന് ഉണ്ടായിരുന്നത്. ഇതിന് മാറ്റം വരുത്തിയത് പിണറായി സർക്കാരാണെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. 2016-17 വനം വകുപ്പിന്റെ വാർഷിക റിപ്പോർട്ടിലാണ് ഏലമലക്കാടുകളെ സംരക്ഷിത വനത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇതേ സർക്കാരിൽ MM മണി മന്ത്രിയായിരുന്ന കാലത്താണ് ഏലം പട്ടയഭൂമിയിൽ ഒരു നിർമ്മാണങ്ങൾക്കും അനുമതി നൽകാൻ പാടില്ലെന്ന ഉത്തരവിറക്കിയത്. സർക്കാരിന്റെ ഈ നടപടികൾ ജില്ലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. CHRന്റെ പരിധിയിലുള്ള വില്ലേജുകളിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് കൈവശ സർട്ടിഫിക്കറ്റ് കിട്ടാതെ വീട് പണിയാൻ പോലും പറ്റാത്ത സ്ഥിതിയാണുള്ളത്. കുത്തകപ്പാട്ടം പുതുക്കി നൽകുന്നില്ല. കുത്തകപ്പാട്ട ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്നവരെ കുടിയിറക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നു. CHRുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കേസുകളിൽ സർക്കാരിന്റെ ഈ നിലപാട് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് MP പറഞ്ഞു. റിസർവ് വനമാണ് CHR എന്നുള്ള നിലപാട് എന്തുകൊണ്ട് വനംവകുപ്പിനില്ല? അതൊരു പ്രസക്തമായ ചോദ്യമല്ലേ? 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത്. അതിനു മുമ്പ് വരെ UDF ഭരിച്ചിരുന്നു, അതിനു മുമ്പ് LDF ഭരിച്ചിരുന്നു, അച്യുതാനന്ദനും കേരളം ഭരിച്ചിരുന്നതാണ് 2006-2011. ആ കാലയളവിൽ വനംവകുപ്പിന്റെ വാർഷിക റിപ്പോർട്ടിലും CHR എന്ന് പറയുന്നത് റിസർവ് വനമല്ല, സംരക്ഷിത വനമല്ല. അപ്പൊ ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ ഇടുക്കി ജില്ലയോടുള്ള ഒരു സമ്പൂർണമായ വെല്ലുവിളി. ഇവിടെ നമ്മളറിയണം, ഏതെല്ലാം തരത്തിലുള്ള പട്ടയം, യഥാർത്ഥത്തിലുള്ള പട്ടയത്തിന്റെ ഉടമസ്ഥാവകാശികളാണ് ഉടുമ്പൻചോല താലൂക്കിലുള്ള ആളുകൾ. അവിടെ 93 റൂൾ അനുസരിച്ച് 70,000-ലധികം ഏക്കർ ഭൂമി പട്ടയം കൊടുക്കാമെന്ന് നിയമം വഴി 93 റൂൾ അനുസരിച്ച് പട്ടയം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് പട്ടയം ലഭിച്ചു, ഇനിയും കിട്ടാനിരിക്കുന്നു. ഇനി അവിടെ 64 റൂൾ അനുസരിച്ച് പട്ടയം വിതരണം ചെയ്തിട്ടുണ്ട്, ചെയ്യാനിരിക്കുന്നു. അപ്പൊ അത് നിലവിൽ ഹൈക്കോടതി ബാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും 64 റൂൾ അനുസരിച്ച് പട്ടയം നിയമവിധേയമാണ് എന്നുള്ള ആ ഒരു വാദത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു. ആ പട്ടയം നമുക്ക് ലഭിക്കണം. CHR വിഷയത്തിൽ തെറ്റുതിരുത്തി നിലവിലുള്ള സ്റ്റാറ്റസ് കോ നിലനിർത്താൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം. ഏലം കുത്തകപ്പാട്ട ഭൂമിയിൽ നിന്നുള്ള കുടിയൊഴിപ്പിക്കൽ അടിയന്തരമായി നിർത്തിവെക്കണം. കുത്തകപ്പാട്ടം പുതുക്കി നൽകണം. CHRൽ വീട് വെച്ച് താമസിക്കുന്നതിനും തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനുമുള്ള ലയവും ഏലം സ്റ്റോറും നിർമ്മിക്കാൻ അനുമതി നൽകണമെന്നും MP ആവശ്യപ്പെട്ടു. CHR റിസർവ് വനമാണെന്ന് വനംവകുപ്പ് ആവർത്തിക്കുന്നതിന് പിന്നിൽ ജില്ലയിൽ വനം വിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ഗൂഢനീക്കമാണെന്നും സർക്കാർ ഇതിൽ നിന്നും പിന്തിരിയണമെന്നും ഡീൻ കുര്യാക്കോസ് MP തൊടുപുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജോൺ നെടിയപാല, DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിഗ്ലി സാഹിബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Al-Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al-Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al-Azhar Group of Institutions, Todupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, an expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al-Azhar Group of Institutions, Todupuzha.